മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഹെലികോപ്റ്ററിന് മാസവാടക അടയ്ക്കാൻ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് ധനമന്ത്രി ബാലഗോപാൽ. കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യമായിട്ടും ഹെലികോപ്റ്ററിന് കൈയഴിച്ച് പണം ചിലവാക്കുകയാണ് സർക്കാർ. 80 ലക്ഷം രൂപയാണ് ഒരു മാസത്തെ ഹെലികോപ്റ്റർ വാടക. ഒക്ടോബർ നവംബർ മാസത്തെ കുടിശ്ശിക കൊടുക്കാൻ പോലീസിന്റെ ഫണ്ടിൽ തുക തികയാത്തതിലാണ് ധനമന്ത്രി ബാലഗോപാൽ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 50 ലക്ഷം അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നത്. കേരളത്തിലെ പൊതുജനങ്ങളുടെ കഞ്ഞുകുടി മുട്ടിച്ചുകൊണ്ടാണ് മുഖ്യന്റെ ഈ പറക്കൽ. പെൻഷനും റേഷനും സപ്ലൈകോയിൽ അവശ്യ സാധനങ്ങളും വരെ ഫണ്ടില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിക്കിടക്കുമ്പോഴാണ് ട്രഷറി നിയന്ത്രണത്തിൽ പോലും ഇളവ് വരുത്തിക്കൊണ്ട് സർക്കാർ ഹെലികോപ്റ്ററിന് തുക അനുവദിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററിന്റെ ഒരു മാസത്തെ വാടക നൽകാൻ 50 ലക്ഷം അധിക ഫണ്ടായി അനുവദിച്ചത് ട്രഷറി നിയന്ത്രണങ്ങൾക്കിടയിലാണ്. ജിപ്സൺ ഏവിയേഷനിൽ നിന്നാണ് പ്രതിമാസം 80 ലക്ഷം രൂപയ്ക്ക് സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തത്. പൈലറ്റ് ഉൾപ്പെടെ 11 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന ഹെലികോപ്റ്ററാണ് സർക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുള്ളത്. ഹെലികോപ്റ്ററിന്റെ വാടക നൽകാൻ പോലീസിന്റെ ബഡ്ജറ്റിൽ 30 ലക്ഷം രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാടക നൽകാൻ 50 ലക്ഷം അധിക ഫണ്ട് വേണമെന്ന് ഡിസംബർ 4-ന് സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയതിനെ തുടർന്നാണ് ഉടനടി പണം അനുവദിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലഭിച്ചത്. തുടർന്ന് ആഭ്യന്തര വകുപ്പ് അധിക ഫണ്ട് ആവശ്യപ്പെട്ട് ധനവകുപ്പിനെ സമീപിക്കുകയായിരുന്നു. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി 50 ലക്ഷം അധിക ഫണ്ട് അനുവദിച്ച് ധനവകുപ്പ് ഇന്ന് ഉത്തരവിറക്കി. 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പിന്റെ മുൻകൂർ അനുമതി വേണം എന്ന നിയന്ത്രണം നിലവിലിരിക്കെയാണ് ഇങ്ങനെയൊരു നടപടി. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയതുകൊണ്ട് ഹെലികോപ്റ്റർ വാടക എന്തായാലും ജിപ്സൺ ഏവിയേഷന് ലഭിക്കും. ഒക്ടോബർ 20 മുതൽ നവംബർ 19 വരെയുള്ള വാടകയാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 2 മാസത്തെ ഹെലികോപ്റ്റർ വാടക കുടിശ്ശികയായിരുന്നതിൽ 1 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഏവിയേഷൻ കമ്പനിക്ക് നൽകുന്നത്. 80 ലക്ഷം വാടകയ്ക്ക് 25 മണിക്കൂർ ഹെലികോപ്റ്ററിൽ പറക്കാം. തുടർന്നുള്ള ഓരോ മണിക്കൂറിനും 90,000 രൂപ അധിക പണം കമ്പനിക്ക് നൽകണം. ഒരു വർഷം ഹെലികോപ്റ്റർ വാടകയ്ക്ക് വേണ്ടത് 9.6 കോടി രൂപയാണ്. സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയനാണോ കേരളത്തിൽ ഏറ്റവും ചെലവുള്ള വ്യക്തിയെന്ന് സംശയമുണ്ടാക്കുന്ന കണക്കുകളാണ് ഇത്. കേരളത്തിലെ ധനസ്ഥിതി പരുങ്ങലിലാണെന്ന കാരണം പറഞ്ഞ് അടച്ചിടലിന് സമാനമായ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് 50 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നത് സർക്കാരിന്റെ ധാർഷ്ട്യമാണ് തെളിയിക്കുന്നത്.